नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक नया पार्ट पढ़ा था, मिसाइल मैन अब्दुल कलाम नामक एक पार्ट पढ़ा था। उसके कुछ भाग हम पढ़ा था, है ना। तो आज हमें उसके बाकी भाग पढ़ना चाहिए। तो चलिए पेज नंबर 71 में राष्ट्रपति के रूप में देखा, हेडिंग देखा, राष्ट्रपति के रूप में अब्दुल कलाम जी ने हमें हमारे भारत के लिए क्या क्या किया था उसके बारे में हमें आज पढ़ना चाहिए। ओके, അപ്പോൾ രാഷ്ട്രപതി എന്ന നിലയിൽ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം അദ്ദേഹം നമുക്ക് എന്തൊക്കെ ചെയ്തു, നമ്മുടെ ഭാരതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. पेज नंबर 71 लास्ट पैराग्राफ देखो. राष्ट्रपति के रूप में अपनी राष्ट्रवादी और भारत के कल्याण की सोच ने उन्हें राजनीति की तरफ उन्मुख किया. 18 जुलाई 2002 में डॉक्टर कलाम को 90% बहुमत से भारत का राष्ट्रपति चुना गया. इस पद पर वे 2007 तक बने रहे. वह भारत को अंतरिक्ष विज्ञान के क्षेत्र में दुनिया का सिरमौर राष्ट्र बनते देखना चाहते थे. तो इसमें क्या कहते हैं, देखो, രാഷ്ട്രപതി के रूप में രാഷ്ട്രപതി ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ്. अपने राष्ट्रवादी और भारत के कल्याण की सोचने, कल्याण माने वेलफेयर, क्या है कल्याण എന്ന് പറയുമ്പോൾ കല്യാണം എന്നുള്ള അർത്ഥമല്ല, മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. കല്യാൺ देखा വെൽഫെയർ. अपनी രാഷ്ട്രവാദി മാനെ നാഷണലിസ്റ്റ്, അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ, ഭാരതീയനായിരുന്നത് കൊണ്ടും ഭാരതത്തിലെ ജനങ്ങളുടെ ആ ഒരു മംഗളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തു. സോചന മാനെ തിങ്ക് ചെയ്യുക. उन्हें राजनीति की तरफ, राजनीति का अर्थ क्या है, राजनीति का अर्थ है पॉलिटिक्स. क्या है पॉलिटिक्स? राष्ट्रीय राजनीति. क्या है राजनीति का अर्थ है പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാജനീതിക്ക് തരഫ്, അതായത് പൊളിറ്റിക്സിനോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് उन्मुख किया था. क्या है उन्मुख? यहाँ देखो नीचे, उन्मुख का अर्थ है किसी स्थिति की ओर जाना, किसी സ്ഥിതി की ओर जाना. അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആണ് അല്ലെങ്കിൽ സയൻസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടാകുകയും അദ്ദേഹം എന്ത് ചെയ്തു, പൊളിറ്റിക്സിലേക്ക് തിരിയുകയും ചെയ്തു. അപ്പോൾ അതിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, അതിനാണ് ഉന്മുഖം എന്ന് പറയുന്നത്. ഉന്മുഖ ക്യാ ഹെ, കിസി സ്ഥിതിക്ക് ഓർ ജാന, മറ്റൊരു സ്ഥിതിയിലേക്ക് പോകുന്നത്, അതിനാണ് ഉന്മുഖം എന്ന് പറയുന്നത്. ഹമേ ഓറിയൻറ്റഡ്, ഉസ്കാ ഇംഗ്ലീഷ് മീനിങ് ഹെ ഓറിയൻറ്റഡ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, തിരിയാൻ തുടങ്ങി. ഏതിലേക്ക്? പൊളിറ്റിക്സിലേക്ക്. 18 जुलाई 2002 में डॉक्टर कलाम को 90% बहुमत से भारत का राष्ट्रपति चुना गया. അപ്പോൾ 2002 ജൂലൈ 18 2002 അദ്ദേഹത്തിന് രാഷ്ട്രപതി കലാമിനെ 90% പ്രാതിനിധ്യത്തോടു കൂടി അദ്ദേഹം, ബഹുമത് ക്യാ ഹെ, മെജോറിറ്റി, ക്യാ ഹെ ബഹുമത്, മെജോറിറ്റി. അപ്പോൾ 90% പേരും അദ്ദേഹത്തെ പിന്താങ്ങി. അദ്ദേഹം രാഷ്ട്രപതിയാകാൻ യോഗ്യനാണെന്നുള്ളൊരു പിന്താങ്ങലോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു, ഭാരത് കാ രാഷ്ട്രപതി ചുനാഗയ, ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചുനാഗയ മാനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ് പദ പർ, പദ് കാ അർത്ഥ ഹെ പോസ്റ്റ്, പദ് ക്യാ ഹെ, പോസ്റ്റ്. ഇസ് പദ് പർ, ഈ ഒരു പോസ്റ്റിൽ വേ 2007 തക്ക് ബനെ രഹേ, 2002 से 2007 തക്ക്. ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം 2002 മുതൽ 2007 വരെയാണ് രാഷ്ട്രപതിയായി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ 11th പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം, അതും പറഞ്ഞതാണ് അല്ലേ. then उसके बाद देखो, वह भारत को अंतरिक्ष विज्ञान के क्षेत्र में, अंतरिक्ष विज्ञान क्या है, स्पेस साइंस. अंतरिक्ष माने स्पेस और विज्ञान माने साइंस. स्पेस साइंसिल
उसके क्षेत्र में ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ दुनिया का सिरमौर राष्ट्र बनते देखना चाहते थे. दुनिया, दुनिया मीन्स ലോകത്തിലെ തന്നെ सिरमौर. यहाँ देखो सिरमौर का अर्थ है मुकुट. क्या है? मुकुट यानी सिरमौर. मुकुट, मुकुट നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. मुकुट यानी ताज. क्या है? मुकुट यानी ताज. उसका अंग्रेजी अर्थ है क्राउन. क्या है? क्राउन, किरीടം അല്ലേ. ക്രൗൺ क्या है? കിരീടം. രാഷ്ട്ര ബന്ധേ देखना चाहते थे. അപ്പം നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ഈ സ്പേസിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നമ്മുടെ രാഷ്ട്രം ഭാരതവും മറ്റു രാഷ്ട്രങ്ങളെ പോലെ അല്ലെങ്കിൽ അമേരിക്കയെ അല്ലെങ്കിൽ റഷ്യയെ പോലെയൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയും ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകണമെന്നും ഒന്നാമത് നിൽക്കണമെന്നും കിരീടം ചൂടിയൊരു രാജാവിനെ പോലെ നമ്മുടെ ഭാരതവും നിൽക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ APJ അബ്ദുൽ കലാം. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അല്ലേ. അതുകൂടെ പറയാം. अपनी राष्ट्रवादी और भारत के कल्याण की सोच ने उन्हें राजनीति की तरफ उन्मुख किया. 18 जुलाई 2002 में डॉक्टर कलाम को 90% बहुमत से भारत का राष्ट्रपति चुना गया. इस पद पर वे 2007 तक बने रहे. इस भारत को अंतरिक्ष विज्ञान के क्षेत्र में दुनिया का सिरमौर राष्ट्र बनते देखना चाहते थे. ओके, तो उसके बाद अगला पेज देखो. सम्मान व पुरस्कार. सम्मान व पुरस्कार मतलब क्या है? सम्मानങ്ങളും പുരസ്കാരങ്ങളും തന്നെയാണ്. നോക്കാം. कलाम को 40 से अधिक विश्वविद्यालयों और संस्थानों से डॉक्टरेट की उपाधि प्राप्त हुई. वैज्ञानिक उपलब्धियों के लिए भारत सरकार द्वारा उन्हें 1981 में पद्म भूषण और 1990 में पद्म विभूषण से सम्मानित किया गया. वैज्ञानिक अनुसंधानों और भारत में तकनीकी विकास में अभूतपूर्व योगदान के लिए 1997 में उन्हें भारत का सर्वोच्च नागरिक सम्मान भारत रत्न दिया गया. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. कलाम को 40 से अधिक विश्वविद्यालयों माने तो यूनिवर्सिटी. क्या है? विश्वविद्यालय यूनिवर्सिटी. और संस्थानों का अर्थ है इंस्टीट्यूशन. क्या है संस्थान? इंस्टीट्यूशन. इंस्टीट्यूशन. संस्थान क्या है? इंस्टीट्यूशन. संस्थानों से और डॉक्टरेट, സംസ്ഥാനോ സെ ഡോക്ടറേറ്റ് की ഉപാധി പ്രാപ്त हुई. ഡോക്ടറേറ്റ് മാനെ ഡോക്ടറേറ്റ് തന്നെയാണ് കേട്ടോ. ഡോക്ടറേറ്റ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, പക്ഷേ ഡോക്ടറേറ്റ് ആണ്. ഉപാധി മത്ലബ് ക്യാ ഹെ? ഉപാധി കാ മത്ലബ് ഹെ ഡിഗ്രി. ഡിഗ്രി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് 40ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉപാധി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ वैज्ञानिक उपलब्धि माने वैज्ञानिक माने साइंटिफिक. क्या है? वैज्ञानिक साइंटिफिक. उपलब्धियों अचीवमेंट. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റും अपने साइंटिफिक अचीवमेंट के लिए അല്ലെങ്കിൽ വൈജ്ഞാനിക ഉപലബ്ധിയോ के लिए അതിന് വേണ്ടിയിട്ട് ഭാരത സർക്കാർ അദ്ദേഹത്തിന് 1981 പത്മഭൂഷൺ എന്ത് കൊടുത്തു? പത്മഭൂഷൺ കൊടുക്കുകയും और 1990 പത്മവിഭൂഷൺ से सम्मानित किया गया. 1981 പത്മഭൂഷണും 1990 പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. पद्मभूषण. देन उसके बाद क्या है? 1990 പത്മവിഭൂഷൺ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ആര് കൊടുത്തു? നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തു. देन उसके बाद वैज्ञानिक अनुसंधानों माने एक्टिविटीज़. वैज्ञानिक क्या है? साइंटिफिक एक्टिविटीज़ और वैज्ञानिक अनुसंधानों और भारत में तकनीकी विकास में भारतത്തിൽ
തക്കനീക്കി വികാസ് മാനെ ക്യാ ഹെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റിലും അദ്ദേഹത്തിനെ എന്താ അഭൂതപൂർവ്വ യോഗ്ദാൻ കേലി അദ്ദേഹം നൽകിയിട്ടുള്ള എന്താണ് മറ്റൊന്നിനോടും തന്നെ കടത്തിവെട്ടാൻ കഴിയാത്തത്രയും കാര്യങ്ങളാണ്, പങ്കാണ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മൾ ഭാരതത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിൽ APJ അബ്ദുൾ കലാം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താണ് സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തെടുത്തു, अभूतपूर्व योगदान के लिए 1997 उन्हें भारत का सर्वोच्च नागरिक सम्मान ഭാരതത്തിലെ ഏറ്റവും എന്താണ് മഹത്വപൂർണ്ണമായിട്ടുള്ള അവാർഡായിട്ടുള്ള ഭാരതരത്ന ആർക്ക് കൊടുത്തു, APJ അബ്ദുൾ കലാമിന് കൊടുത്തു. 1997 അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത്. ഭാരത് രത്ന क्या है, भारत रत्न क्या है, भारत रत्न. देखा तो 1981 पद्म भूषण, 1990 पद्म विभूषण, 1997 भारत रत्न पुरस्कार से सम्मानित हुआ है. तो एक और बार मैं बोलती हूँ, कलाम को 40 से अधिक विश्वविद्यालय और संस्थाओं से डॉक्टरेट की उपाधि प्राप्त हुई. 40ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റിൻ്റെ ഉപാധി ലഭിക്കുകയുണ്ടായി. वैज्ञानिक उपलब्धियों के लिए भारत सरकार द्वारा उन्हें 1981 में पद्म भूषण और 1990 में पद्म विभूषण से सम्मानित किया गया. സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സിന് അദ്ദേഹത്തിന് ഭാരതം 1981 പത്മഭൂഷണും 1990 പത്മവിഭൂഷൺ सम्मानവും കൊടുക്കുകയുണ്ടായി. वैज्ञानिक अनुसंधान और भारत में तकनीकी विकास में अभूतपूर्व योगदान के लिए 1997 में उन्हें भारत का सर्वोच्च नागरिक सम्मान भारत रत्न दिया गया. സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ് അദ്ദേഹം നൽകിയിട്ടുള്ള സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സിനും അതുപോലെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പങ്ക് കണക്കിലെടുത്തുകൊണ്ട് ഭാരതം അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം 1997 കൊടുക്കുകയുണ്ടായി. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.